അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ആ പെൺകുട്ടി ആ മുട്ടിച്ച് അല്ലെങ്കിൽ ബ്രസ്റ്റിനെ കൊണ്ടുപോയി ചേർത്ത് ഉരുമി അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അശ്ലീലമായിട്ട് തോന്നുന്നു. അശ്ലീലമാണെങ്കിലും എനിക്ക് ഇവിടുത്തെ ഇങ്ങനെ പറയുന്ന പുരുഷന്മാരോട് അറപ്പ് തോന്നുന്നു. ഒരു പെണ്ണ് സുഖം കിട്ടാൻ വേണ്ടി നിന്ന് കൊടുത്തതാണ്. ഇതൊക്കെ എത്ര കാലം. ഇതിനു മുമ്പ് അവൾ അങ്ങോട്ട് കൊണ്ടുപോയി മുട്ടിച്ചു, മുല കുത്തി മരിച്ചു. നാണമില്ലേ? നമ്മൾ ലിംഗം കുത്തി എത്ര പേര് മരിച്ചിരിക്കുന്നു, ആർക്കും ഒരു പ്രശ്നവും ഇല്ല. ഓ എന്തൊരു മഹാമാര്, നല്ല സ്ഥലം തന്നെ. ഇവിടെയൊക്കെ ഞാൻ എന്തിനാണോ ജനിച്ചത്, ഞാൻ ജനിക്കേണ്ടിയേ ഇരുന്നില്ല. എല്ലാരും പറയും സൂപ്പർ, ഇവിടെ തുടച്ചു കളഞ്ഞാൽ മതി. നമ്മളെല്ലാം മുല കുടിച്ച് വളർന്നു വന്നവരാ. നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെ കുറിച്ചും എല്ലാ ഇതിനെ കുറിച്ചും കൃത്യമായിട്ട് അവബോധവും കാര്യങ്ങളും എല്ലാം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. നമ്മളെല്ലാം ഒരു ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ അമ്മച്ചിയുടെ ഉദരത്തിൽ കിടന്നു വളർന്ന ആരും ഇവിടെ സ്ത്രീപക്ഷത്തിനെതിരല്ല. നമുക്കറിയാം. പൂർത്തീകരിക്കട്ടെ, സമൂഹം ഉണ്ടാവാം. ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞ മുട്ടും കേട്ടല്ലോ. പൂർത്തീകരിക്കാൻ ഇപ്പൊ അനുവദിക്കുന്നില്ല. ഇപ്പൊ ആരാണ് ജനാധിപത്യ മര്യാദ കാണിക്കാതിരിക്കുന്നത്? ഞാൻ തന്നെ. എനിക്ക് പാട്രിയാർക്കി സമൂഹത്തിൽ ജനാധിപത്യ മര്യാദ ഇല്ല. എനിക്കതില്ല. നിങ്ങൾ പറയുന്ന കുറെ നമ്മൾ കേട്ടു. ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ച് കേട്ടു. എനിക്ക് ഇന്നലെ ശ്രീകണ്ഠൻ നായരോ പറയാൻ അവസരം തന്നില്ല. അപ്പൊ ഞാൻ വെച്ച് നാളെ നിന്റെ ചാനലിൽ വന്നിട്ട് ഇരുന്നിട്ടെങ്കിലും കുറച്ച് പറയണം. ഞാൻ അവിടെ കിടന്നു അവസരമൊന്നും ഞാൻ ഇടപെട്ടിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പറയുന്നതും കൂടി കേൾക്കാനുള്ള സൗമനസ്യം കൂടി കാണിക്കണം. ലിസണറും കൂടി ആവും. ഈ ഡിബേറ്റർ ആവുന്നതിനോടൊപ്പം ലിസണറും കൂടി ആവണം. കേൾക്കാനും കൂടി ഉള്ള ഒരു മര്യാദ കാണിക്കണം. ശരിയല്ലേ? കേൾക്കുന്നതിൽ അതാണ് മൈൻഡിന്റെ വിഷയം. നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിച്ചിരിക്കുന്ന മൈൻഡാണ് പ്രശ്നം. ഞാൻ താങ്കൾ പറഞ്ഞ ന്യായമായ കാര്യങ്ങളെ മുഴുവൻ അംഗീകരിച്ചാണ്. താങ്കൾ പറഞ്ഞ ന്യായമായ കാര്യങ്ങളെ മുഴുവൻ അംഗീകരിക്കുകയും താങ്കൾ പറഞ്ഞ എല്ലാ നിലപാടുകളെയും അംഗീകരിച്ച ആളാണ്. പക്ഷേ താങ്കൾ പറഞ്ഞ ഈ ഷിംജിതയുടെ കാര്യത്തിൽ അത് കാണുന്ന കോമൺ സെൻസ് ഉള്ള ബോധമുള്ള വിവരമുള്ള ഒരു വ്യക്തിക്ക് അത് അങ്ങോട്ട് പോയി മുട്ടിയതും അതിനുവേണ്ടി വൈറലാകാൻ വേണ്ടി അവർ ചെയ്ത ഒരു വീഡിയോയുമായിട്ടാണ് തോന്നിയതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് ജനങ്ങൾ എടുക്കട്ടെ, ബാക്കി തീരുമാനിക്കട്ടെ ജനങ്ങള്. അതായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഫെമിനിസം അല്ലെങ്കിൽ നമ്മുടെ ഒരിക്കലും നമ്മുടെ തലച്ചോറ് നമ്മൾ ഒരാൾക്കും പണയം വെക്കരുത്. നിങ്ങൾ ആരെങ്കിലും ഒരു 1000 കോടി എടുത്താൽ പണയം ആ ഫെമിനിസത്തിൽ നിന്നൊന്ന് തിരിച്ചെടുത്ത് തരൂ. ഞാൻ ഫെമിനിസത്തിന് എന്റെ തല പണയം വെച്ച് കഴിഞ്ഞു. ഇനി നിങ്ങൾ അത് എന്നെ ഇതാ നിങ്ങൾ എന്റെ വീഡിയോ ഇട്ടും അവള് വേടി വേശ്യ അവക്ക് തന്തയില്ല പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ ചാനൽ ചർച്ച വിളിച്ചിട്ട് ആർഗ്യൂ ചെയ്തും ഒക്കെ നിങ്ങൾ തിരിച്ച് പണയപ്പെടുത്ത എടുത്ത് താ എനിക്ക്. അതെന്നാലും വിടിയല്ല. ഇല്ല, നമ്മുടെ നിലപാട് ഫെമിനിസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും ഫെമിനിസം വെച്ച് പറയും അവളത് സ്ത്രീ ചെയ്തതാണ് കറക്റ്റ്. സരിതയോടൊപ്പം അല്ലെ? സരിതയുടെ കേസ് ഒന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഷിംജിതയുടെ കേസ് പഠിക്കാനുള്ള സമയം സരിതയുടെ കേസ് പഠിക്കാൻ ചെറുതായിരുന്നു. എനിക്ക് അങ്ങനെ പറയും. ഞാനും ചെറുതാ. എനിക്കും 25-26 വയസ്സേ ഉള്ളൂ. എനിക്ക് ഞാനത് അത്രയും അന്നൊക്കെ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPIM ഭയങ്കര SFI-ക്കാരാ. അപ്പൊ ചിന്തിച്ചു അന്ന് ബോധമില്ലാത്തത്. അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല അതിനെ പറ്റിയിട്ട്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ആ ഒരു ഉമ്മൻചാണ്ടിനെ വെറുതെ ക്രൂശിച്ചെന്ന് നമുക്ക് തോന്നും. അത് അവരുടെ ഒരു ജനാധിപത്യ. ഞാനിവിടെ പറയുന്നു അത് പാവം ഒരു ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചാന്ന് ഞങ്ങൾക്ക് തോന്നും. ഡൽഹിയിൽ പീഡനം ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയോടൊപ്പമാണ് ഞങ്ങൾ, പക്ഷേ ഷിംജിതയോടൊപ്പമല്ല. അതേ ഉള്ളൂ. അതിനകത്ത് നിലപാട് അതാണ്. ആയിക്കോട്ടെ. പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പാവപ്പെട്ട ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ എന്താ പറയാ കാമപ്രാന്ത് കയറി ചെയ്യുന്ന ഓരോരുത്തന്മാരുടെ ഒപ്പം അല്ല ഞങ്ങൾ ആരും ഇവിടെ ഒപ്പമല്ല. ഞങ്ങൾ ഈ മെൻസ് കമ്മീഷനിൽ കുറേ അമ്മമാരുണ്ട്. ഈ സവാദിനൊക്കെ പോയി മാലയിട്ട് അവരൊന്നും ഞാൻ ഓൾറെഡി അത് ഒരു രാഹുൽ ഈശ്വറുമായിട്ടുള്ള ഇന്റർവ്യൂ രാഹുൽ ഈശ്വരോട് അങ്ങോട്ട് ഞാൻ പറഞ്ഞതാ. താങ്കൾ നല്ല അത്യാവശ്യം നിലപാടിപ്പോൾ ഉണ്ട്, നിലവാരം കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലുള്ളവന്റെ ഒക്കെ കൂടെ പോയി നിന്ന് സവാദിന്റെ ഒക്കെ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ലൈംഗിക രോഗമുള്ളവൻ, ലൈംഗിക ശേഷിയുടെ ഉദാഹരണം കൂടുതലുള്ളതുകൊണ്ട് കാണിക്കുന്ന പരിപാടികൾ എന്ന് പറയും. പക്ഷെ അംഗീകരിക്കുന്നില്ല എന്ന് ഞാനൊക്കെ എഴുതിയിട്ട ആളാ. എന്റെ ഫേസ്ബുക്കോ എന്തോ എടുത്തു നോക്കിയാൽ കാണാം. എന്റെ നിലപാട് അത് തന്നെയാണ്. നിങ്ങളുടെ എന്താ പ്രശ്നം അറിയാമോ? ഫെമിനിസം തലച്ചോറ് ഫെമിനിസത്തിന് പണയം വെച്ച് എന്ത് കൊണ്ടുവരുന്ന കാണിച്ചാലും അത് അംഗീകരിക്കാതെ